ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി MP രാജേഷ്. കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്ന കേരളത്തിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി MP രാജേഷ് പറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ 24-25 വർഷത്തെ ഗഡു കേരളത്തിന് കിട്ടാനുള്ള 687 കോടി രൂപ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ. അപ്പോൾ ഭരണഘടനാപരമായ ഒരു അവകാശത്തിന് മേൽ ഇത്തരത്തിലുള്ള ഉപാധികൾ അടിച്ചേൽപ്പിക്കുന്നത് ന്യായമല്ല എന്ന കാര്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾ വീടിന് മുന്നിൽ ലോഗോ പതിക്കണമെന്ന ആവശ്യം പിൻവലിക്കണമെന്നും ലോഗോ പതിക്കുന്നത് ഗുണഭോക്താക്കളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നുമുള്ള കേരള സർക്കാരിന്റെ നിലപാട് മന്ത്രിയോട് വ്യക്തമാക്കി. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് മന്ത്രി അറിയിച്ചതായും MP രാജേഷ് പറഞ്ഞു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്കും ആശാവർക്കർമാരുടെ സമരത്തിനുമിടയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദില്ലിയിലെ കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വയനാട് ദുരന്ത സഹായവും വിഴിഞ്ഞവുമൊക്കെ ചർച്ചയായി. ആശാവർക്കർമാരുടെ പ്രതിസന്ധി മുഖ്യമന്ത്രി ഉന്നയിച്ചതായാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് കേരള ഹൗസിലേക്ക് ധനമന്ത്രി എത്തുകയായിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര അലേക്കറും കേരളത്തിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വയനാട് തന്നെയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയമെന്നാണ് വിവരം. വിനിയോഗ പരിധി മാർച്ച് 31-ന് അവസാനിക്കുന്ന ദുരന്ത സഹായ വായ്പയുടെ കാലാവധി നീട്ടണമെന്ന ആവശ്യം മുഖ്യമന്ത്രി മുൻപോട്ട് വെച്ചു. ദുരന്ത സഹായം പൂർണ്ണമായും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും കേന്ദ്രത്തിന്റെ കൂടുതൽ ഇടപെടൽ തേടി. ഉപാധികളില്ലാതെ കടമെടുപ്പ് പരിധി 3% ഉയർത്തണമെന്ന ആവശ്യവും മുൻപോട്ട് വെച്ചതായാണ് സൂചന. സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്. എന്താണ് അനൌദ്യോഗികമെന്നുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു പുതിയ വാചകമാണ് കേൾക്കുന്നത്. എന്തായാലും ഏത് രീതിയിലായാലും കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റ് കൈ അയച്ച് കേരളത്തെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ആനെ കണ്ട പോലെയുള്ള ഇതല്ലേ. കേരളത്തെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ. അവർ കേരളത്തിനോട് ചുറ്റമെന്ന എന്തിനാണ് എയിംസിന്റെ കാര്യത്തിൽ പോലും എത്ര നാളായി ആവശ്യപ്പെടുന്നു കേരളം.